പശു ഇപ്പോൾ വെജിറ്റേറിയൻ അല്ല, നോൺ വെജ് ആണ്. ചിരിച്ചത് ശരിയല്ല. വെജിറ്റേറിയനോ നോൺ വെജോ? പശു നോൺ വെജ് ആണ്. എങ്ങനെയാണെന്ന് അറിയണ്ടേ? 4 മാസത്തിന് മുമ്പ് സൂര്യ ടി വിയിൽ ഏതൊരു ചാനലിനകത്ത് ഞാൻ കണ്ടു പശു മത്തി തിന്നുന്നത്. കഥയറിയോ? ഇല്ല. നമ്മളൊക്കെ നോൺ വെജ് ആയത് എങ്ങനെയാണെന്നറിയോ? നമ്മളെ നേരത്തെ നമ്മുടെ അമ്മമാര് അപ്പൂപ്പന്മാരെ ഇങ്ങനെ തലമുറകളായിട്ട് ഇത് തിന്നുന്നത് കൊണ്ടാണ് നമ്മൾക്കും ഇത് തിന്നാനുള്ളൊരു ആസക്തി ഉണ്ടായത്. അതേപോലെ 3-4 തലമുറ കഴിഞ്ഞ് പശു തിന്നുകൊണ്ടിരുന്ന് അവസാനം ഇപ്പൊ പശുവിന് മത്തി തിന്നാലും കുഴപ്പമില്ല. കാരണം നിങ്ങൾ കൊടുക്കുന്ന പുഷ്ടിയും കാലിത്തീറ്റയും എല്ലാം അതിനകത്ത് ചെമ്മീന്റെതും മത്തിയുടേതും മീന്റെ എല്ലാം വേസ്റ്റ് ആണ്. ആ കേക്ക് അതാണ് തിന്നുന്നത്. അത് അതുകൊണ്ടാണ് പണ്ടിടുന്ന ചാണകത്തിന്റെ നാറ്റമല്ല ഇപ്പൊ മനുഷ്യ മലത്തിനെയും കാട്ടിയും ഭയങ്കര നാറ്റമാണ് ചാണകത്തിന്. കാരണം അത് തിന്നുന്നത് നോൺ വെജാ. 2, ആ തിന്നുമ്പോൾ അതിന് കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാലിത്തീറ്റയ്ക്കകത്തും യൂറിയ അറിയാമോ? അത് യൂറിയ ചേരുന്ന അറിയാമോ? യൂറിയ ചേരുന്ന ആ യൂറിയ നമ്മുടെ ശരീരത്തിലോട്ടാണ് കയറുന്നത്. 3, പാല് അതിന്റെ ശരീരത്തിൽ ശകലം പോലും നിൽക്കാതെ മൊത്തം ഊറ്റി വരാൻ വേണ്ടിയിട്ട് അതിന് കറക്കുന്നതിന് മുമ്പ് ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഹോർമോൺ അതിന്റെ ശരീരത്ത് കുത്തിവെക്കുമായിരുന്നു നേരത്തെ ചെയ്തിരുന്നെങ്കിൽ. ഇപ്പോഴത് കാലിത്തീറ്റ വഴി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഓക്സിറ്റോസിൻ കാലിത്തീറ്റ വഴി കൊടുക്കുമ്പോ ആ ശരീരത്തിൽ ശകലം പാലും നിൽക്കില്ല, മൊത്തം ഇഞ്ഞു പോരും. ഇപ്പൊ പശുവിനെ കറക്കാൻ നിങ്ങൾ ആഞ്ഞു പിടിക്കുകയൊന്നും വേണ്ട. പതുക്കെ പോയി കൊച്ചു പിള്ളേർക്കും പോയി കറക്കാം ഇപ്പൊ പശുവിനെ. കാരണം അതിന്റെ സപ്ത നാഡികളെയും തളർത്തിത്തരും, എല്ലാം ഡില്ലാക്കി തളർത്തി കൈത്തരും. അതെന്തിനു വേണ്ടി നമ്മൾ കുത്തിവെക്കുമെന്ന് വെച്ചാൽ സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് പ്രസവ സമയത്ത് സ്ത്രീകളുടെ ശരീരത്ത് കുത്തിവെക്കുന്ന നാഡീഞരമ്പുകളെ അയക്കാൻ കുത്തിവെക്കുന്ന ആ ഹോർമോൺ തന്നെയാണ് ഈ ഹോർമോൺ. അപ്പോ ആ ഹോർമോൺ നമ്മൾ കഴിച്ചാൽ ഇതെല്ലാം പശുവിന്റെ വയറ്റിൽ കൂടെ പാലിൽ കൂടെ നമുക്ക് കിട്ടുന്നു. അതിനോടപ്പുറം ഇത് നമ്മുടെ ശരീരത്ത് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത് നിങ്ങൾക്ക് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ഓക്സിറ്റോസിൻ നമ്മുടെ ശരീരത്ത് വന്നാൽ, അതേപോലെ സ്ത്രീകൾ പ്രസവിക്കുന്നതിന് മുമ്പിട്ട് ഈ ഹോർമോൺ കുത്തിവെച്ചാൽ അവരുടെ സ്തനങ്ങളും യൂട്രസും ഇടിഞ്ഞു പോകും. അതും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ ഹോർമോൺ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നു. അത് കഴിഞ്ഞിട്ട് കുളിപ്പിക്കാൻ നേരം നമ്മുടെ പശുക്കൾക്ക്, നാടൻ പശുക്കളുടെ ശരീരത്തില് ഒരു ഈച്ച ഇരുന്നാല് അതിന് ആ ഭാഗം മാത്രം ചലിപ്പിക്കാൻ കഴിവുണ്ടറിയോ? നാടൻ പശുവിന് ഏത് ഭാഗം വേണമെങ്കിലും ആ സ്ഥലം വിറപ്പിക്കാൻ പറ്റും. അതിന്റെ വാല് അടിച്ചു കഴിഞ്ഞാൽ അതിനെവിടം വരെ എത്താൻ പറ്റുമോ? ഒരു കൊതു വന്നാലോ ഒരു ഈച്ച വന്നാലോ അതിനെ അടിക്കാൻ പറ്റും. ബാക്കിയുള്ളിടത്ത് വിറപ്പിക്കാൻ പറ്റും, അവിടെ നേച്ച് അണക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു കാരണവശാലും നാടൻ പശുവിന്റെ പുറത്ത് വ്രണം ഉണ്ടാവില്ല, ചൊറി വരൂല. എന്നാൽ ഈ പുതിയ വരുന്ന തലമുറ, ആ തലമുറ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ജനുസ്, ഇതിനെ അടിക്കത്ത് പോലും ഇല്ലെന്ന് മാത്രമല്ല ഇതിനെ ചലിപ്പിക്കാൻ അറിയില്ല. അപ്പം ഈ കൊതുവും ഈച്ചയെല്ലാം കടിച്ച് വ്രണമാക്കുമ്പോൾ അതിനെ കുളിപ്പിക്കാൻ നേരം ഫാമുകളില് കീടനാശിനിയും കൂടെ തളിച്ചാണ് കുളിപ്പിക്കുന്നത്. അതും ശരീരത്തിൽ കയറുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പാല് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചേർന്നു? ഫസ്റ്റ് ചേർക്കുന്നത് H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ്, 2 ഫോർമാലിൻ ശവം സൂക്ഷിക്കാൻ വെച്ചേക്കുന്ന സാധനം, 3 കാസ്റ്റിക് സോഡ അലക്കുകാരം, 4 യൂറിയ. ഈ സാധനങ്ങളാണ് പാല് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പാലിനകത്ത് ചേർക്കുന്നത്. ഇതെല്ലാം നല്ല പശുവിന്റെ കഥയാ പറയണത്. ഈ പശുവിന്റെ പാല് കുടിക്കാഞ്ഞാൽ അമ്മ കരയും. എന്തെന്നാൽ ഞാൻ അച്ഛനോളം വലുതാണ്. ഇത് സായിപ്പിന്റെ പാല് ചെലവാക്കാൻ സായിപ്പ് കാണിച്ചു തന്ന ഏറ്റവും വലിയ ഉപാധി. ഒരു കാരണവശാലും നല്ല പാല് പോട്ടെ, നല്ല അതുപോലെ തന്നെ പാലിന്റെ ഇപ്പോഴും കൊഴുപ്പും SNF-ഉം കണ്ടുപിടിക്കുന്നത് നാടൻ പശുവിന്റെ പാലിന്റെ രീതിയിലാണ്. ഇപ്പോഴത്തെ പശുവിന്റെ പാലിന്റെ രീതിയിലല്ല. നാടൻ പശുവിന്റെ പാലിന്റെ റീഡിംഗ് ആണ് ഇപ്പോഴും അംഗീകരിച്ചിരിക്കുന്നത്. മിൽമാക്കാരോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ നമ്മൾ തമ്മിൽ കണ്ടവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തമ്മിൽ കണ്ടവരൊന്ന് കൈവെക്കുവോ? കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ തമ്മിൽ കണ്ടു. അതിനകത്ത് ആ മിൽമാക്കാര് പറഞ്ഞിരുന്നു, ക്ലിയർ പറഞ്ഞു, ഞങ്ങൾ കൊടുക്കുന്നത്
ഞങ്ങൾ ടോണ്ട് മിൽക്കാണ് കൊടുക്കുന്നത്. പാല് മിൽമ തരുന്നില്ല. അതിന്റെ മൊത്തം സത്തെടുത്തിട്ട് ചണ്ടിയില് ഡയറി വൈറ്റനർ എന്ന് പറയുന്ന പൊടിയിട്ട് കലക്കി നമ്മളെ പറ്റിക്കുമ്പോ മിൽമക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവന്റെ ഗതി എന്താ? മിൽമ നമുക്ക് പാല് തരുന്നില്ല. ആ പശുവിന്റെ 1956 നിയമപ്രകാരമാണ് ഇപ്പോഴും ചെക്ക് ചെയ്യുന്നത്. നാടൻ പശുവിനെ കേരളത്തിൽ വളർത്തിയാൽ അതിന്റെ മൂരിയുടെ വരി ഉടച്ചുകൊള്ളാമെന്ന് യൂറോപ്യൻകാർക്ക് നമ്മുടെ സർക്കാർ നിയമപ്രകാരം എഴുതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നാടൻ പശുവിനെ വളർത്തിയാൽ അതിന്റെ മൂരിയുടെ വരി ഉടച്ചുകൊള്ളണം നിയമം. എന്നിട്ട് ആ പശുവിന്റെ കണക്കിലാണ്, ആ പശുവിന്റെ പാലിന്റെ കണക്കിലാണ് ഇപ്പോഴിവിടെ പാല് കച്ചവടം നടക്കുന്നത്. അതാണ് ഏറ്റവും വലിയ തമാശ. ഇത് ആരെഴുതി, ആര് ശരിയാക്കി? ഇനി അതിലും തമാശ അതല്ല, ഈ വരുന്നവര് ഇവിടുത്തെ പാല് മുഴുക്കുക 100 ലിറ്റർ പാല് മിൽമ വാങ്ങുമ്പോ 300 ലിറ്റർ കച്ചവടം നടത്തുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാലും മതി. 100 ലിറ്റർ പാല് വരുമ്പോ 300 ലിറ്റർ കച്ചവടം. എല്ലാം അവരെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ മിൽമയുടെ കവറിന്റെ പുറത്ത് എഴുതി വെച്ചേക്കുന്നത് വായിച്ചു നോക്കുക. എ പ്രൊഡക്റ്റ് ഓഫ് മിൽമ എന്നാണ്. മലയാളത്തിൽ വേണം എല്ലാ ഭാഷകളുടെ സർട്ടിഫിക്കറ്റ് വരെ കൊടുക്കാനുള്ളെന്ന് നിയമം ഉണ്ടെന്നിരിക്കെ ഇവരെന്തുകൊണ്ട് ഇംഗ്ലീഷിൽ എഴുതി വെക്കുന്നു? കാരണം നിങ്ങൾക്ക് മനസ്സിലാവരുത്, നാട്ടുകാർക്കും ആർക്കും മനസ്സിലാവില്ല. മനസ്സിലായാൽ തന്നെ മിണ്ടരുത്. അപ്പൊ പിന്നെ മറ്റവരുടെ പാലിന്റെ ചത പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് കഴിഞ്ഞ് ഇനി പാലുണ്ടാക്കാൻ പശു വേണ്ട. മൈദയും കഞ്ഞിവെള്ളവും ഫോർമലിനും പഞ്ചസാരയും കൂടെ ചേർത്താൽ പാലാവും. ആ പാലും നിങ്ങൾക്ക് മറ്റേ പാലും കൂടെ മിക്സ് ചെയ്യാം. അവിടെ രക്ഷമാണ്. ഇത് കോട്ടയത്ത് പിടിച്ചതാണ്. കോട്ടയത്ത് പിടിച്ച് പത്രത്തിലെല്ലാം വന്നതാണ്. സർക്കാർ തന്നെ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണമാണ്. അപ്പൊ പശു വേണ്ട പാല് കറക്കാൻ. ഇതും കഴിഞ്ഞിട്ടാണ് പാലിന്റെ എസൻസ് മാർക്കറ്റിലുണ്ട്. നിങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്തത്. ഇപ്പോൾ പായസവും അടപ്രഥമനും ഒക്കെ ഉണ്ടാക്കാൻ പാല് പറ്റിക്കേണ്ട. ഇറക്കാൻ നേരം 10 തുള്ളി ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതാ പാലിന്റെ മണം. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ. കേട്ടണ്ട? പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ പെട്രോളിയം സോൾവെന്റ് ആണ്. ഇതാണ് പാലിന്റെ മണത്തിൽ എല്ലാത്തിന്റെയും ബേസ്. ഈ ലിക്വിഡായിട്ട് വരുന്ന സകല എസൻസുകളുടെയും, നേരത്തെ നിങ്ങൾ കണ്ടതായ കാപ്പിപ്പൊടിയുടെ എസൻസ് ഇതാണ്. പാലും ഇത് തന്നെയാണ്. എല്ലാത്തിന്റെ എസൻസ് മാർക്കറ്റിൽ കിടന്ന് കളിക്കുന്നു. ഈ പാല് കുടിച്ചാൽ നമുക്ക് എങ്ങനെ ഇരിക്കും? നാടൻ പശുവിനെ വളർത്തിയിട്ട് വല്ല നാടൻ പാലും ഉണ്ടാക്കി അതിന് പുല്ലും വൈക്കോലും കൊടുത്ത് പുളിയരിപ്പിണ്ണാക്കും തവിടും കൊടുത്ത് വീട്ടിലെ കപ്പയൊക്കെ ഇടിച്ച് പണ്ട് കൊടുത്ത് നമ്മൾ വാങ്ങിച്ച് അന്ന് ഉണ്ടാക്കിയെടുത്ത പാല് കുടിച്ചാൽ കുഴപ്പമില്ല. ഈ പാല് കുടിക്കരുത്. ഒരു കാരണവശാലും പശുവിന്റെ പാല് ഇന്ന് നാട്ടിലുണ്ടാവുന്നത് കുടിക്കരുത്.